ഓക്കെ ഗൈസ്, അപ്പൊ ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്. The cost concept requires that all assets are recorded in the books of accounts at their purchase price. നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ കോൺസെപ്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാതും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലാണ്? മോണിറ്ററി ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഓൾ അസറ്റിന്റെ കേസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന്റെ പർച്ചേസ് പ്രൈസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇതാണ് കോസ്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു വേർഡിങ്സ് ആണ് ഇതിൽ മോർ റിലവന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഓൾ അസറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന്റെ പർച്ചേസ് പ്രൈസിൽ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് പർച്ചേസ് പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കോസ്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ആൻഡ് മേക്കിംഗ് ദ അസറ്റ് ഫോർ റെഡി ടു യൂസ്. നമ്മളിത് വാങ്ങുമ്പോഴുള്ള പ്രൈസിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, നമ്മൾ വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ്. പിന്നെ അത് ട്രാൻസ്പോർട്ടേഷൻ, നമ്മളിപ്പോൾ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച ഷോപ്പിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിലേക്ക് എത്തിക്കാനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. പിന്നെ അത് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് വന്നിട്ടുള്ള ചാർജസ്, അതായത് റെഡി ടു യൂസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചാർജസിനെയാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ചാർജസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് കോസ്റ്റും എന്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്? പർച്ചേസ് പ്രൈസിൽ ഇൻക്ലൂഡ് ആവുന്നതാണ്. സോ നമ്മൾ ഓൾ അസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് പർച്ചേസ് പ്രൈസിൽ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. പർച്ചേസ് പ്രൈസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്റ്റലേഷൻ, ഈ മൂന്ന് ചാർജസും ഇൻക്ലൂഡ് ആയി വരുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു കോൺസെപ്റ്റില്. ഇനി ആറാമത്തെ കോൺസെപ്റ്റ് ആണ് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഇതിനെ ഓൾസോ നോൺ ആസ് ഡുവാലിറ്റി പ്രിൻസിപ്പിൾ. ഈ രണ്ട് നെയിമും പഠിക്കണം. ഡുവൽ ആസ്പെക്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓർ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. ഇത് ഫൗണ്ടേഷൻ ആയിട്ടും ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഈ രണ്ട് ടേംസും പഠിക്കണം. ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ട്രാൻസാക്ഷൻ ഹാസ് എ ഡുവൽ ഓർ ടൂഫോൾഡ് എഫക്റ്റ്. അതായത് ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും ഡുവൽ ആസ്പെക്ട്സ് ഉണ്ട്, അതായത് ടൂഫോൾഡ് എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഷുഡ് ബി റെക്കോർഡഡ് ഇൻ 2 places. ടൂഫോൾഡ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് അത് 2 places റെക്കോർഡ് ചെയ്യണം. The duality principle is commonly expressed in fundamental accounting equation. ഈ ഒരു പ്രിൻസിപ്പിളിന് ഉള്ള ഒരു ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ. അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഈ ഇക്വേഷനും കൂടി നോട്ട് ചെയ്ത് വെക്കണം. അതായത് എല്ലാ ട്രാൻസാക്ഷനും 2 എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് വേറെ ഒന്നുമല്ല, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, എവറി ട്രാൻസാക്ഷനും ഈ 2 എഫക്റ്റ് ഉണ്ടായിരിക്കും. ഡെബിറ്റ് ഈക്വൽസ് ക്രെഡിറ്റ് ആയാലാണ് അത് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ പഠിക്കേണ്ട ടേംസ് എന്ന് പറയുന്നത് ഇതിന് 2 നെയിമുണ്ട്, ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ആൻഡ് ഡുവാലിറ്റി പ്രിൻസിപ്പിൾ. ഇത് ഫൗണ്ടേഷൻ ആണ്, അതുപോലെ തന്നെ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ഇത് നമ്മൾ എവറി ട്രാൻസാക്ഷനും ടൂഫോൾഡ് എഫക്റ്റ് ഉണ്ട്. ഇത് നമ്മൾ 2 places റെക്കോർഡ് ചെയ്യണം. ഇതിന്റെ അക്കൗണ്ടിങ് ഇക്വേഷനും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതും വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ അടുത്ത 2 കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റും മാച്ചിങ് കോൺസെപ്റ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഓൾസോ നോൺ ആസ് റിയലൈസേഷൻ കോൺസെപ്റ്റ്. ഈ 2 പേരിലും ഈ കോൺസെപ്റ്റ് അറിയപ്പെടുന്നുണ്ട്. ദ കോൺസെപ്റ്റ് ഓഫ് റവന്യൂ റെക്കഗ്നിഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് റവന്യൂ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. നമ്മുടെ കമ്പനിയിലത്തെ റവന്യൂസ് റെക്കോർഡ് ചെയ്യുന്നത് അത് റിയലൈസ് ആവുമ്പോൾ എന്നാണ് പറയുന്നത്. ഈ ഒരു വേർഡിങ്സ് ഹൈലൈറ്റ് ചെയ്തിട്ട് പഠിക്കണം. Okay, matching concept. Matching concept states that expenses incurred in an accounting period should be matched with the revenue during that period. അതായത് എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഏതുമായിട്ട് മാച്ച് ആയി പോകണം? റവന്യൂ ആയിട്ട് മാച്ച് ആയി പോകണം എന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ റവന്യൂ റെക്കഗ്നിഷൻ ആണ്. അതിന് റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്നും പറയും. പിന്നെ ദ റവന്യൂ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. റിയലൈസ് ആവുമ്പോൾ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസസ് ഇൻകർ ചെയ്തിട്ടുള്ളത് എന്തായിട്ട് മാച്ച് ആയി പോകണം? റവന്യൂ ആയിട്ട് മാച്ച് ആയി പോകണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, ഇനി അടുത്തത് എന്ന് പറയുന്നത് ഫുള്ളി ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് ആണ്. ഫുള്ളി ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ മെറ്റീരിയൽ ആൻഡ് റെലവൻറ്റ് ഫാക്ട് ഓഫ് ബിസിനസ് മസ്റ്റ് ബി ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് ഫുട്നോട്ട്. അതായത് നമ്മുടെ
നമ്മുടെ കമ്പനീനെ സംബന്ധിച്ചിട്ടുള്ള കുറെ ഫാക്ട്സ് ഉണ്ടായിരിക്കും, മെറ്റീരിയൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനീനെ എഫക്ട് ചെയ്യുന്ന വലിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഫാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ എന്തിൽ ഡിസ്ക്ലോസ് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രസന്റ് ചെയ്യണം. ഓക്കെ, പ്രസന്റ് ചെയ്യണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അത് ഫുള്ളായിട്ട് ഡിസ്ക്ലോഷർ ചെയ്തിട്ടുണ്ടായിരിക്കണം വിത്ത് ഫുട് നോട്ട്. അതായത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നോട്ട്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഫുള്ളായിട്ട് ഡിസ്ക്ലോഷർ ചെയ്തിട്ടുണ്ടായിരിക്കണം വിത്ത് ഫുട് നോട്ട്സ്. ദിസ് ഈസ് ടു എനേബിൾ ദ യൂസേഴ്സ് ടു മേക്ക് കറക്റ്റ് അസസ്മെന്റ് അബൌട്ട് ദ പ്രോഫിറ്റബിലിറ്റി. അതായത് നമ്മുടെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂസേഴ്സിന്, അതായത് ഇന്റേണൽ യൂസേഴ്സ് ഉണ്ടാവാം, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ടാവാം, അവർക്ക് ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനും കറക്റ്റ് അസസ്മെന്റ് എടുക്കാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ എല്ലാ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പൊ അത് റെലവെന്റ് ആയിട്ടുള്ള യൂസേഴ്സിന് അത് എഫക്റ്റീവായിട്ട് കറക്റ്റ് അസസ്മെന്റ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അടുത്ത കോൺസെപ്റ്റ് ആണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. Accounting policies and practices followed by enterprise should be uniform and consistent over the period of time. അതായത് നമ്മുടെ കമ്പനി ഫോളോ ചെയ്യുന്ന പോളിസീസും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഒരു ത്രൂ ഔട്ട് ദ അക്കൗണ്ടിങ് ഇയറിൽ യൂണിഫോം ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഡിപ്രിസിയേഷനിൽ 2 മെത്തേഡ്സ് ഉണ്ട്, SLM മെത്തേഡും ഉണ്ട്, WDV മെത്തേഡും ഉണ്ട്. അപ്പോൾ നമ്മുടെ ത്രൂ ഔട്ട് ദ ഇയർ, നമ്മുടെ അക്കൗണ്ടിങ് ഇയറിൽ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ SLM ചൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ത്രൂ ഔട്ട് ദ ഇയർ അത് തന്നെ ഫോളോ ചെയ്യണം. അല്ലാതെ നമ്മൾ തോന്നുമ്പോൾ SLM പിന്നെ WDV അങ്ങനെ മാറ്റി മാറ്റി മറിച്ചൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഒരു യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ കമ്പനിയിൽ ചൂസ് ചെയ്തിട്ടുള്ള പോളിസീസും പ്രാക്ടീസസും ഒക്കെ എന്തായിരിക്കണം? യൂണിഫോം ആയിരിക്കണം. നമുക്ക് മാറ്റി മറിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇതാണ് ഈ 2 കോൺസെപ്റ്റ്. ഓക്കെ.